കടലിനടുത്തട്ടിലെ അത്ഭുത ലോകമായ പവിഴപ്പുറ്റുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമ്മൾ മാൽദീവ്സിലെ ദമ്പിതു എന്ന് പറയുന്ന കൊച്ചു ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പവിഴപ്പുറ്റുകളെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ഈ പച്ച നിറത്തിൽ കാണുന്നത് പുല്ലുകളല്ല, സീവീഡുകളാണ്. നമുക്കിത് നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ മീറ്ററുകളോളം കടൽ ഇറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ ലോ ടൈഡ് അഥവാ വേലിയിറക്കം എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയായ കോറൽ റീഫുകളുടെ പ്രകൃതിയുടെ വലിയൊരു വിസ്മയം തന്നെയാണ്. മാലിദ്വീപിലെ നീലക്കടൽ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളെയും ആകർഷിക്കുന്ന ഒന്നാണല്ലോ. ഈ നീലക്കടലിനടിയിൽ പൂത്തു നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെ മനോഹരമാണ് ഈ കാഴ്ച. ഇവിടെയുള്ള ഓരോ പവിഴപ്പുറ്റുകളും വ്യത്യസ്തമായ ആകൃതിയിലും നിറത്തിലും നമ്മളെ ശരിക്കും അമ്പരപ്പിക്കും. നമ്മുടെ സമുദ്രത്തിൻ്റെ ശ്വാസമായ ഈ പവിഴപ്പുറ്റുകൾ കടൽക്ഷോഭങ്ങളിൽ നിന്നും വലിയ തിരമാലകളിൽ നിന്നും ദ്വീപുകളെ സംരക്ഷിക്കുന്ന ഒരു ചുമതല കൂടിയുണ്ട് അവയ്ക്ക്. പവിഴപ്പുറ്റുകൾ യഥാർത്ഥത്തിൽ കോറൽ പൊലിപ്സ് എന്നറിയപ്പെടുന്ന ചെറിയ ജീവികളുടെ കൂട്ടമാണ്. ദ്വീപിലെ താമസം നമുക്ക് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന പോലെയല്ല. പല കാര്യങ്ങളിലും നമുക്ക് പരിമിതികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ ദ്വീപിൽ തന്നെ വരേണ്ടി വരും. ഒരു അധ്യാപിക ആയതുകൊണ്ടും മാൽദീവ്സിൽ നമുക്ക് ജോലി കിട്ടിയത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ലോ ടൈഡിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നടന്ന് സൂര്യൻ അസ്തമിച്ചതറിഞ്ഞില്ല. വേലിയിറക്കത്തിൻ്റെ കാഴ്ചകൾ പോലെ തന്നെ മനോഹരമാണ് മാൽദീവ്സിലെ ആകാശ കാഴ്ചയും. ഇക്വറ്റോറിയൽ പൊസിഷൻ ആയതുകൊണ്ട്, അതായത് ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആകാശത്തിലെ കാഴ്ചകളും കുറേ കൂടി വ്യക്തമായിട്ടാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ വേലിയിറക്കത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.